ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ട ആക്റ്റീവ 60 വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് 20,580 കിലോമീറ്ററാണ് ഇപ്പോൾ മീറ്ററിനകത്ത് കാണിക്കുന്നത്. ആ കിലോമീറ്ററിലെ സർവീസാണ്. നമുക്ക് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. അതേപോലെ ഫ്രണ്ട് ടയർ മാറ്റാനുണ്ട്. ഫ്രണ്ട് ഫോർക്ക് ലീക്ക് ഉണ്ട്, അപ്പോൾ അത് ഫോർക്ക് ഓയിൽ സീൽ കാര്യങ്ങൾ മാറ്റാനുണ്ട്. വാട്ടർ സർവീസ്, ബാക്കിൽ നിന്ന് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ പറഞ്ഞേക്കുന്ന അത്ര വർക്കുകളാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. വണ്ടി തള്ളണ സമയത്ത് ഒരു ഒരച്ചിൽ സൗണ്ട് പോലെ വരുന്നുണ്ട്. അത് നമുക്ക് ഈ ക്ലച്ച് യൂണിറ്റ് വർക്ക് ചെയ്യണതിൻ്റെ സൗണ്ടാണ് കേട്ടോ. അതായത് അതിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് വേറെ കംപ്ലയിൻറ്റോ സൗണ്ടോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയില്ല. നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഓടിച്ചു നോക്കാം. വേറെ എന്തെങ്കിലും കംപ്ലയിൻസുകൾ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഇൻഫോം ചെയ്യാം. അതേപോലെ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ്. അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഭാഗമാണ്. ആ ഷാഫ്റ്റ് വേണം നമ്മൾ വീല് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറിൽ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിൽ ചെക്ക് ചെയ്തിരുന്ന കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതുള്ളൂ. പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ്. നമുക്ക് ഓരോ 10,000-ലാണ് നമുക്ക് മാറ്റേണ്ടത്. ഇപ്പോൾ നിലവിൽ മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. അതേപോലെ തന്നെ CVT ക്ലച്ച് നമ്മൾ ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, ക്ലച്ച് ഗ്രീസ് ചെയ്യണം, അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാനാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഉള്ളിൽ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലച്ച് ഷൂം ബ്രേക്ക് ഷൂ ബെൽറ്റൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പിന്നെ നമ്മളതിൻ്റെ ബെൽറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്. നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. നിലവിൽ കിടന്ന് ഓടിക്കോളും, കുഴപ്പമില്ല കേട്ടോ. അടുത്ത സർവീസിൽ മിക്കവാറും മാറ്റേണ്ടി വരും. അപ്പോൾ അത് അടുത്ത സർവീസിൽ മാറ്റുന്ന കേസ് പ്രതീക്ഷിച്ചേക്കാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോർമൽ തേമാനുള്ളൂ. ക്ലച്ച് യൂണിറ്റ് ആയാലും ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. വേറെ പറയത്തെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കിക്കർ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നോക്കി ഓക്കെയാണ്, വേറെ പ്രശ്നമില്ല. അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണേ. ഞാൻ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോഴായാലും 9.20 ആ റേഞ്ച് വരെ വന്നിട്ടുണ്ട്. നിലവിൽ കുഴപ്പമില്ല, വർക്കിംഗ് ആണ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഫ്രണ്ട് ടയർ മാറ്റുന്ന പറഞ്ഞിട്ട് ടയർ മാറ്റാൻ വേണ്ടി അയക്കണം. അതേപോലെ തന്നെ ഫോർക്ക് ലീക്ക് ഉണ്ട്. ഫോർക്ക് ലീക്കിൻ്റെ ഭാഗമുള്ള അപ്പോൾ ഈ ലീക്കുള്ള പൈപ്പ് നോക്കുമ്പോൾ അതിൻ്റെ ഈ സൈഡിൽ നമുക്ക് അതിൻ്റെ പ്ലേറ്റിങ്ങിന് ചെറിയൊരു കുത്തുകൾ വീണിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതാണ് അവിടെ ലീക്ക് വരാൻ കാരണം കേട്ടോ. അപ്പോൾ അതഴിച്ച് നമുക്ക് മാറ്റാം. അപ്പുറത്തെ പൈപ്പ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ചെറിയ പാടുണ്ടെങ്കിൽ കൈയോടെ അതുകൂടി മാറ്റി കളയണം നല്ല കേട്ടോ. ഫോർക്ക് നമ്മൾ ചെയ്യുമ്പോൾ രണ്ടും കൂടി ഒപ്പം ചെയ്ത് പോകണമെന്ന് ഏറ്റവും ബെറ്റർ. ഞാൻ എസ്റ്റിമേറ്റിൽ 2 ഫോർക്ക് പൈപ്പും അതിൻ്റെ ഓയിൽ സീലുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടണേ. മറ്റേ നമ്മൾ അഴിച്ച് നോക്കിയിട്ട് കംപ്ലയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പ്രോബ്ലം ഇല്ലെങ്കിൽ നമുക്ക് അതന്നെ സെറ്റ് ചെയ്യാം. അത് എപ്പോഴും നമുക്ക് ഒരുമിച്ച് മാറ്റാനാണ് നല്ലത്. പക്ഷേ അത് പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ അഴിക്കാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ എസ്റ്റിമേറ്റിന് ഉൾപ്പെടുത്തുന്നുണ്ട്. നോക്കിയിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഫ്രണ്ട് ടയർ എന്തെങ്കിലും പോയിട്ടുണ്ട്, നമുക്ക് മാറ്റിയിടണം. ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ കൂട്ടത്തിൽ കിടന്ന് അഴിച്ച് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. പിന്നെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ പ്ലഗ് മാറ്റിയാൽ മതി. അതേപോലെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിലും മാറ്റി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. ജനറലായിട്ടുള്ള സർവീസ്, അതേപോലെ തന്നെ നമുക്ക് അതിനകത്ത് എഞ്ചിൻ ഓയിൽ, ഫോർക്കിൻ്റെ 2 പൈപ്പ്, അതിൻ്റെ ഓയിൽ സീലുകൾ, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിൽ ഇടുന്നത്. ഫ്രണ്ട് ടയർ അടക്കം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണം കേട്ടോ. കാരണം നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഓക്കെ.